നമസ്കാരം. എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മന്ത്രിസഭ ഊരു ചുറ്റിയ നവകേരള സദസ്സിനായി എത്ര കോടികൾ ചെലവഴിച്ചു എന്നതിൽ കണക്ക് നിരത്താതെ ഒളിച്ചു കളിക്കുന്ന സർക്കാർ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുമായി PR വർക്കിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. കോഴിക്കോട് വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിന് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ താൽക്കാലിക പന്തൽ കെട്ടാൻ 18 ലക്ഷത്തിൽ പരം രൂപയാണ് അനുവദിച്ചത്. നവകേരള സദസ്സിൻ്റെ ഭാഗമായി നാട് ചുറ്റാനായി മന്ത്രിമാർക്ക് സഞ്ചരിക്കാൻ 1 കോടിയിലേറെ രൂപ ചെലവഴിച്ച് പണി കഴിപ്പിച്ച കക്കൂസോടുകൂടിയ ലക്ഷറി ബസ് സന്ദർശകർക്കായി മ്യൂസിയത്തിലേക്ക് മാറ്റും എന്നല്ലേ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AK ബാലൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ബസിൻ്റെ ഓരോ പാർട്സും ഇപ്പോൾ ഊരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവരുമായി സംവദിക്കുന്നതിനെന്ന് കൊട്ടിഘോഷിക്കുന്ന മുഖാമുഖത്തിൻ്റെ സംഘാടനത്തിനും കോടികളാണ് വാരിയെറിയുന്നത്. സാമ്പത്തിക പരാധീനത പറഞ്ഞ് സാമൂഹ്യക്ഷേമ പെൻഷനിൽ പോലും കുടിശ്ശിക വരുത്തിയവരാണ് കോടികൾ ചെലവഴിച്ച് സംവാദം സംഘടിപ്പിക്കുന്നത്. നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ പ്രത്യേകം നിർമ്മിച്ച ലക്ഷറി ബസ്സിൽ സഞ്ചരിച്ചിട്ടും മന്ത്രിമാരെല്ലാം ടിയെയും ഡിയെയും എഴുതിയടക്കാൻ മറന്നില്ല. ക്ലിഫ് ഹൗസിൽ സ്വിമ്മിംഗ് പൂൾ, കാലിത്തൊഴുത്ത്, ലിഫ്റ്റ് എന്നിവയ്ക്കായി പൊടിപൊടിച്ചതും കോടികൾ. സകുടുംബം പോയ വിദേശ യാത്രകൾക്ക് കയ്യും കണക്കുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടിയിട്ടുണ്ടോ? സംസ്ഥാനത്തിൻ്റെ വിലപിടിപ്പുള്ള സ്വത്തായ ധാതുമണൽ ഖനനത്തിലൂടെ സഹസ്ര കോടികളാണ് ഉണ്ടാക്കിയത്. CMRL വഴി മുഖ്യമന്ത്രിയുടെ മകളടക്കം നോക്കുകൂലിയായി വാങ്ങിയതും കോടികൾ. നോക്കുകൂലി ഇടപാടിൽ SFIO അന്വേഷണം തടയാൻ KSIDC ഇറക്കിയ വക്കീലിന് ഇതിനകം കൊടുത്തത് 75 ലക്ഷം രൂപയാണ്. CBI അന്വേഷണത്തിൽ നിന്നും CPM ക്രിമിനലുകളെ സംരക്ഷിക്കാൻ സുപ്രീം കോടതിയിൽ ഒഴുക്കിയതും ശതകോടികൾ. തിരിച്ചടികൾ ഒന്നൊന്നായി ലഭിക്കുമ്പോഴും ഉളുപ്പില്ലാതെ കൈകൾ ശുദ്ധമാണെന്ന് വിളിച്ചു പറയാനുള്ള തൊലിക്കട്ടിക്ക് മുന്നിൽ കണ്ടാമൃഗം പോലും നാടിച്ചു പോകും. എന്നിട്ടും ഒരു നാട് മുച്ചൂടും നശിപ്പിക്കുന്നവർക്ക് ഗ്യാലറിയിലിരുന്ന് കൈയടിക്കാൻ ഷണ്ഡീകരിക്കപ്പെട്ട പാർട്ടി അടിമകളും. ഞങ്ങൾക്കൊന്നേ ചോദിക്കാനുള്ളൂ, തറവാടിൻ്റെ ശേഷിക്കുന്ന കഴുക്കോലെങ്കിലും ബാക്കി വെക്കുമോ? ഈ നാട് ഇങ്ങനെ പോയാൽ മതിയോ? ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലേ? രാഷ്ട്രീയ നിരീക്ഷകരായ MK ഹരിദാസ്, ശ്രീജിത്ത് പണിക്ക, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബാലദേവ് സച്ചിദാനന്ദൻ, കോൺഗ്രസ് വക്താവ് വസന്ത് തെങ്ങുംപള്ളി, BJP വക്താവ് പ്രിന്റു മഹാദേവ്, CPMൻ്റെ സമുന്നത നേതാവും ഇടതുമുന്നണി മുൻ കൺവീനറുമായ MM ലോറൻസിൻ്റെ മകൾ ആഷ ലോറൻസ് എന്നിവ അതിഥികളാവുന്ന എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെ ഞാൻ ഈ സംവാദം ആഷ ലോറൻസിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശ്രീമതി ആഷ, ഈ നാട് ഇങ്ങനെ പോയാൽ മതിയോ? ഇപ്പം ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ നോക്കൂ, ഇപ്പം മുഖാമുഖം എന്ന ഒരു പരിപാടിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നേരത്തെ നമുക്കറിയാം നവകേരള സദസ്സ് സംഘടിപ്പിച്ചത് പാവപ്പെട്ടവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സാധാരണക്കാരിലേക്ക്, നമ്മുടെ പൗരന്മാരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുമായി ആശയവിനിമയം നടത്താനുമാണ് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അതാണല്ലോ പറഞ്ഞത്. പക്ഷേ അങ്ങനെയൊന്നും നടന്നില്ല എന്ന് നമുക്കറിയാം. കുറേ VIPകളെ വിളിച്ചുകൂട്ടി അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് നവകേരള സദസ്സിൻ്റെ അനുബന്ധമായി അതിനുശേഷം ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. നിരവധി പരാതികൾ വന്നു. പലരും അവരുടെ പ്രശ്നങ്ങൾ മന്ത്രിമാരുമായി നേരിട്ട് പറയാൻ, അവരോട് നേരിട്ട് കാര്യങ്ങൾ ഉണർത്താൻ സമീപിച്ചെങ്കിലും അവരെയൊക്കെ പോലീസ് ബലം പ്രയോഗിച്ച് പിടിച്ച് മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മുഖാമുഖം എന്നൊരു പരിപാടി സമൂഹത്തിൻ്റെ വിവിധ ശ്രേണികളിലുള്ളവരുമായി സംവദിക്കാനാണെന്ന് പറയുന്നു. അതിൻ്റെ ആദ്യ മുഖാമുഖം ആണ് ഇന്ന് കോഴിക്കോട് ഒരു സ്കൂൾ മൈതാനിയിൽ സംഘടിപ്പിച്ചത്. 18 ലക്ഷത്തിൽ പരം രൂപയാണ് ഇന്ന് താൽക്കാലിക പന്തൽ നിർമ്മിക്കാൻ ചെലവഴിച്ചത്. അത് പൊളിച്ചു മാറ്റും. കോഴിക്കോട് നിരവധി AC ഓഡിറ്റോറിയങ്ങളുണ്ട്. വേണമെങ്കിൽ സർക്കാർ പരിപാടിക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ദൂർത്ത് ഇങ്ങനെ നടക്കുകയാണ്. നമ്മുടെ നാട് ഇങ്ങനെ പോയാൽ മതിയോ? ശ്രീമതി ആഷ. എല്ലാ അതിഥികൾക്കും നമസ്കാരം. ഈ നാട് ഇങ്ങനെ പോയാൽ മതിയോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവാദികൾ രണ്ടാം ഊഴവും ഒന്നാം ഊഴവും കൊടുത്ത്
ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. അതിലെനിക്ക് പങ്കില്ല, രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് ആദ്യമേ പറയട്ടെ. ഈ നാടിങ്ങനെ ആക്കിയത് CPM ആണ്. 2 ഭരണവും കിട്ടിയിട്ട്. 2ാം ഭരണം തോന്നിയാസത്തിനുള്ള കാരണമല്ല എന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 2023 ഫെബ്രുവരിയിൽ പറഞ്ഞിട്ട് ഈ ഫെബ്രുവരി ആയപ്പോൾ 1 കൊല്ലം. തോന്നിയാസങ്ങൾ അവർ നടത്തുന്നതുകൊണ്ടാണല്ലോ പാർട്ടി സെക്രട്ടറിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. ജനങ്ങളോടല്ലല്ലോ പറഞ്ഞത്, 2ാം ഭരണം കിട്ടിയവരോടാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോഴത്തെ നവകേരള ബസ് യാത്രയെല്ലാം അത് അവരുടെ ഒരു ടൂർ പ്രോഗ്രാം മാത്രമായിരുന്നു. കുറേ അനിൽ നമ്പ്യാർ പറഞ്ഞ പോലെ VIPsന് നല്ല ഭക്ഷണവും പങ്കെടുത്തവർക്കും നല്ല ഭക്ഷണം മാത്രം കിട്ടി. കുറേ ഫോട്ടോസ് പത്രക്കാരും TV-ക്കാരും അതും കാണിച്ചു. ജനങ്ങൾ സാധാരണക്കാർ വീട്ടിലിരുന്നു കണ്ടവരുണ്ട്, കാണാത്തവരുണ്ട്. ഇപ്പോഴത്തെ മുഖാമുഖം ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ അലിഗേഷൻസൊക്കെ മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പെൻഷൻ, മകളുടെ ബിസിനസ്, ഇതുമായിട്ട് വന്നിട്ടുള്ള കോൺട്രവേഴ്സിയിൽ നിന്ന് ഒരു ഡൈവേഴ്സിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു തട്ടിക്കൂട്ട് വിദ്യാർത്ഥികളായിട്ടുള്ള പങ്കെടുക്കേണ്ട മുഖാമുഖം നടക്കണമെന്ന് തോന്നുന്നു. അതിൻ്റെ സാമ്പത്തിക വശമൊന്നും അവർ എടുത്തു കഴിഞ്ഞല്ലോ. ക്രിസ്ത്യൻ കോളേജിൽ അലങ്കാരവും എല്ലാമായിട്ട് നടത്തുന്നുണ്ട് CPM. അല്ല, ആദ്യ മുഖാമുഖത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ താൽക്കാലിക പന്തൽ നിർമ്മിക്കാനാണ് 18 ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ചത്. എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. 2 മണിക്കൂർ നേരമുള്ള ഒരു പരിപാടിയാണ്. CPMൻ്റെ എല്ലാ സമ്മേളനവും നല്ല ഭംഗിയിൽ അലങ്കരിച്ച് തന്നെയല്ലേ അവർ നടത്താറ്. അതിലങ്ങനെ ലാളിത്യമൊന്നും അവരങ്ങനെ കാണിക്കാറില്ലല്ലോ. ഒട്ടും AC ഹോളും എല്ലാം നല്ല ചുമപ്പ് പൂക്കളും ചുമപ്പ് പരവതാനിയും കൊടികളും വെച്ച് അവർ ആ സെറ്റപ്പിൽ തന്നെ ചെയ്യുമ്പോൾ ഗവൺമെൻറ്റും അങ്ങനെ തന്നെ ചെയ്യും. പക്ഷേ ഇപ്പോൾ ഇത് നടത്തുന്നത് ഈ അലിഗേഷൻ എന്നുള്ള ഒരു ഡൈവേഷന് വേണ്ടിയിട്ടല്ലേ. ഈ പന്തല് കെട്ടിയ വകയിൽ കമ്മീഷനൊക്കെ പോയി കാണുമല്ലോ അല്ലേ? 18 അതും എല്ലാത്തിനും പോകുമല്ലോ. ഓരോ ഇതുമായിട്ട് തന്നെയല്ലേ തൊട്ടതിനും പിടിച്ചതിനും കമ്മീഷൻ മേടിക്കുന്ന ഒരു രീതിയാണല്ലോ ഗവൺമെൻറ് സിസ്റ്റം തന്നെ. അങ്ങനെയല്ലേ എല്ലാ കോർപ്പറേഷനും നിലനിന്ന് പോകുന്നതിന് കമ്മീഷനാണ്. കമ്മീഷൻ ഒരു നിമിഷം നമ്മുടെ അഡ്വക്കേറ്റ് ബലദേവ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്മീഷൻ എന്ന് പറഞ്ഞതിൽ എൻജോയ് ചെയ്യാണ്. അഡ്വക്കേറ്റ് ബലദേവ് ശരിയല്ലേ അത്? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അല്ലാതെ നോക്കൂ, നിങ്ങൾ കോഴിക്കോട് പോലുള്ള ഒരു സ്ഥലത്ത് പോട്ടെ, CPMൻ്റെ അവിടുത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസിലും നല്ലൊരു ഓഡിറ്റോറിയം ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അവിടെ വെച്ച് നടത്തിയ പോരെ സാർ? ഈ 18 ലക്ഷം രൂപയൊക്കെ എന്തിനാണ് ഒരു താൽക്കാലിക പന്തൽ നിർമ്മിക്കാൻ ചെലവഴിച്ചത്? നോക്കൂ, ഇവിടെ അന്നക്കുട്ടിമാർ നിലവിളിക്കുകയാണ്. അറിയാലോ നിങ്ങൾക്ക്, ഈ പെൻഷൻ കുടിശ്ശിക ഇപ്പോഴുമുണ്ട്. കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. സാധാരണക്കാർ, അരികുവൽക്കരിക്കപ്പെട്ടവർ, അവരുടെയൊക്കെ പരാധീനതകൾക്ക് അവസാനമാകുന്നില്ല. എല്ലാവരും വയറ്റത്തടിച്ച് നിലവിളിക്കുകയാണ്. അപ്പോഴാണ് ഈ മുഖാമുഖം പരിപാടിയായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. മുഖാമുഖമാണോ സാർ നമ്മുടെ ഇപ്പോൾ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യം? അതാണോ? നോക്കൂ, അടുത്ത ജില്ലയിൽ വയനാട്ടിൽ അവിടെ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. വന്യമൃഗങ്ങൾ എല്ലാവരും നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ മുഖാമുഖം നടത്തുന്ന സമയം അവിടെ മുഖ്യമന്ത്രി പോവുകയാണെങ്കിൽ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വാഗ്ദാനം കൊടുക്കുകയാണെങ്കിൽ, അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കും എന്നൊരു ഉറപ്പ് കൊടുക്കുകയാണെങ്കിൽ, അവർക്ക് സമാധാനപരമായിട്ട് ഉറങ്ങുകയെങ്കിലും ചെയ്യാം. നിങ്ങൾ എന്താണ് ഈ മുഖാമുഖം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നവകേരള സദസ്സിൽ നിങ്ങൾ ഇവരുമായിട്ടൊന്ന് സംവദിച്ചില്ലേ? അവിടെ സംവാദം കാര്യക്ഷമമായി നടക്കാത്തത് കൊണ്ടാണോ ഇങ്ങനെയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ഞാൻ അതിലേക്ക് തന്നെ വരാം. പിന്നെ ഇന്നത്തെ ചർച്ചയിൽ ആശാ ലോറൻസ് ഇരിക്കുന്നതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിട്ട് അതിലേക്ക്. 2012 ഞാൻ ആദ്യമായിട്ട് ചാനൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അന്ന് അനിൽ നമ്പ്യാർ സൂര്യയിലാണ് വർക്ക് ചെയ്തത്. സൂര്യയിൽ അന്ന് ചർച്ചയുണ്ട്. 2012 എന്റെ ആദ്യത്തെ ചർച്ച എറണാകുളം സ്റ്റുഡിയോയിലായിരുന്നു. അന്ന് എന്നോടൊപ്പം വരുന്നത് അന്നത്തെ കേരള രാഷ്ട്രീയത്തിലെ മുടിചൂട മന്നൻ എന്ന് വേണമെങ്കിൽ പറയാം, ആശാ ലോറൻസിന്റെ അപ്പച്ചൻ സഖാവ് MM ലോറൻസും തിരുവനന്തപുരം സ്റ്റുഡിയോയിലെ R ബാലകൃഷ്ണപിള്ളയും. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് ആശാ ലോറൻസിന്റെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ചർച്ച തുടങ്ങും. പിന്നെ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ ഗവൺമെന്റ് ചെയ്യുന്നത് ഒരു മുഖാമുഖം പരിപാടി. അതിനകത്ത് അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യം കൂടിയുണ്ട്. ഇവിടെ നിയമസഭ ഒരു ബജറ്റ് അവതരിപ്പിച്ചിരുന്നു. ആ ബജറ്റിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ നിലവാരം. നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നതുമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ നിലവാരം വളരെ മോശമാണ്. ആ ഉന്നത വിദ്യാഭ്യാസ നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നു. അതിനുവേണ്ടി നമ്മൾ പല ചർച്ചകളും നടത്താറുണ്ട്. കേരളത്തിൽ നിന്ന് വളരെയധികം വിദ്യാർത്ഥികൾ പുറത്തേക്കും, വിശേഷിച്ച് കാനഡ പോലുള്ള സ്ഥലങ്ങളിൽ, ആസ്ട്രേലിയ ഒക്കെ പോയി പഠിക്കുന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസ നിലവാരം ഉയർന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ, ഇപ്പോഴും കേരളത്തിൽ പുറത്തുനിന്ന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് പല കോളേജുകളിലും.
അതുപോലെയല്ല, വളരെ കൂടുതലായിട്ട് വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് വരത്തക്ക രീതിയിൽ വിദ്യാഭ്യാസ മേഖല സമൂലമായിട്ട് അതിനകത്ത് വേണ്ടുന്ന പുതിയ രീതിയിലുള്ള എല്ലാവിധ മാറ്റങ്ങളും വരുത്തി വിദേശത്തുനിന്ന് വിദ്യാർത്ഥികളെ ആകർഷിക്കാത്ത രീതിയിലും നമ്മുടെ വിദ്യാർത്ഥികൾ പുറത്തു പോകാത്ത രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല സമൂലമായി പരിഷ്കരിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ വിദ്യാഭ്യാസ മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരു 30ഓളം വർഷത്തിൽ വിദ്യാഭ്യാസ മേഖലയായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരാളാണ്, വക്കീലാണെങ്കിൽ പോലും. ഒരുപാട് പറയാനുള്ളത് എനിക്കത് ഓർമ്മ വരുന്ന ഒരിക്കൽ ഇൻഫോസിസിന്റെ അദ്ദേഹം വന്നൊരിക്കൽ തിരുവനന്തപുരത്ത്, അന്ന് അദ്ദേഹമായിരുന്നു അതിന്റെ CEO. അവിടെ ഇന്റർവ്യൂ നടത്തിയപ്പോൾ അന്ന് 2010 UDF ഗവൺമെന്റ് ഇരിക്കുന്നത് ഏതാണ്ട് 100 ചില്ലാനും പേര് എടുക്കാനാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലുള്ള 10 പേരെ പോലും MTechകാര്, അതിനകത്ത് PG ഉള്ളവര്, ഡോക്ടറേറ്റ് ഉള്ളവരൊക്കെ വന്നൊക്കെ പോലും അവരുദ്ദേശിച്ച രീതിയിലുള്ള നല്ല ആൾക്കാരെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ MTechും PhDയും ഒക്കെ പാസ്സായിട്ടുണ്ടെങ്കിൽ പോലും അന്തർദേശീയ നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയോ നമ്മുടെ വിദ്യാർത്ഥികളോ ഉയർന്നു വരുന്നില്ല. കാരണം നമ്മൾ MTech എടുക്കുന്നുണ്ട്, പക്ഷേ ഒരു അന്തർദേശീയ നിലവാരത്തിലുള്ള വിദ്യാർത്ഥികൾ വരുന്നില്ല. നമ്മൾ ഈ ചാനൽ തന്നെ ഒരിക്കൽ ചർച്ച ചെയ്താണെന്ന് തോന്നുന്നു. ലണ്ടനിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്തപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾ അവരെടുത്തത് ഫിലിപ്പീൻസിൽ നിന്നാണ്. അന്ന് എനിക്ക് തോന്നുന്നു ലണ്ടൻ എന്നുള്ള ഒരു നഴ്സോ ഒരു ഡോക്ടറോ ആരോ അന്നമ്പേരാണെന്ന് തോന്നുന്നു ആ ചർച്ചയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയും നമുക്ക് കൂടുതൽ പേരെ ഇവിടെ നിർത്തേനേക്കാൾ, ഇവിടെ നഴ്സുമാരല്ല, കേരളത്തിൽ തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വർഷം തോറും പഠിക്കുന്നു. BSc നഴ്സിംഗും MSc നഴ്സിംഗും ഒക്കെ ആയിട്ട്. അന്ന് ഫിലിപ്പീൻസ് ഏറ്റവും കൂടുതൽ കുട്ടികളെ എടുത്തത് നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത ലണ്ടനിൽ നിന്നുള്ള ആ ചർച്ചയിൽ പങ്കെടുത്ത ആളോട് പറഞ്ഞു. അപ്പോൾ ആ ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെയധികം നവീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ന് ചർച്ച നടത്തിയപ്പോൾ അവിടെ പങ്കെടുത്തത് അദ്ദേഹത്തോടൊപ്പം കേരളത്തിലെ മന്ത്രിമാരെല്ലാം കൂടുതലും 1-2 മന്ത്രിമാർ പങ്കെടുത്തു. പ്രധാനമായിട്ട് വിദ്യാഭ്യാസ മേഖലയിലെ എക്സ്പെർട്ടുകളാണ് ആ ചർച്ചയിൽ അവിടെ പങ്കെടുത്തത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 60 വിദ്യാർത്ഥികൾക്ക് അവസരം കൊടുത്തു. ആ 60 വെറും വിദ്യാർത്ഥികളല്ല, വിദ്യാഭ്യാസ രംഗത്ത് നല്ല പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള നല്ല കഴിവുള്ള വിദ്യാർത്ഥികൾ ഓരോരോ വിഷയങ്ങൾ സെലക്ട് ചെയ്ത് ആ വിഷയങ്ങൾക്കകത്തൊക്കെ ഉപരിപഠനങ്ങൾ എങ്ങനെ ആയിരിക്കണം, അതിനകത്തൊക്കെ വിദ്യാഭ്യാസപരമായ സമൂലപരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഈ വിഷയങ്ങളാണ് അവിടെ ചർച്ച ചെയ്തത്. നമുക്ക് പലപ്പോഴും ഒരു പോരായ്മ ഉണ്ടെന്ന് ഞാൻ അംഗീകരിക്കും. പലപ്പോഴും ചർച്ച ചെയ്ത് പോകുമ്പോൾ അത് എന്തുമാത്രം അതിന്റെ പ്രാക്ടിക്കൽ എബിലിറ്റിയാണ് നമുക്ക് നോക്കേണ്ടത്. ഇത് എന്തുമാത്രം പ്രായോഗികമായി പോകുന്നു എന്ന് നമുക്ക് പലപ്പോഴും സംശയമുണ്ട്. ശരിയാണ്, പലപ്പോഴും ചർച്ചകളിൽ അവസാനിച്ചു പോകുന്നു. അത് പാടില്ല. ഈ മുഖാമുഖ പരിപാടിയിലായാലും മറ്റു പരിപാടിയിലായാലും അങ്ങനെ ഉണ്ടാകുന്ന ചർച്ചകളിൽ നിന്നുണ്ടാകുന്ന നൂതനമായ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞെടുത്ത് ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കണം. ഉന്നത വിദ്യാഭ്യാസ മേഖല. പിന്നെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. നമുക്ക് ഇനി നമ്മുടെ വീട്ടിൽ എത്ര നേരം പട്ടിണിയാന്ന് പറഞ്ഞാലും നമുക്ക് 3 നേരം ആഹാരം കഴിക്കണം. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ നമ്മളൊരു നാരങ്ങ വെള്ളം കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ചായ ഇട്ട് കൊടുക്കണം. ഇതൊന്നും നമ്മുടെ കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഒരു കാര്യം ശരിയാണ്, പൊതുജനങ്ങൾക്ക് പറയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവാക്കി എന്ന് പറയുമ്പോൾ അത് വലിയൊരു തുകയാണ്. പക്ഷെ കേരളത്തിന്റെ ബജറ്റുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും നമ്മൾ പറയുന്ന രീതിയിലുള്ള വലിയ തുകയല്ല. എന്നാൽ ഇത്രയും തുക ചെലവാക്കാമെന്നും അത് വെച്ചൊരു ചോദ്യമുണ്ട്. പരമാവധി ചെലവ് ചുരുക്കണം. നമ്മൾ സാമ്പത്തികമായിട്ട് അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിലാണെന്ന് ധനകാര്യ മന്ത്രാലയവും എല്ലാം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ആ സാമ്പത്തിക പ്രതിസന്ധി നികത്തുന്നതിന് എല്ലാ മേഖലകളിലും നമ്മൾ അതിന് കണ്ടെത്തണം. എങ്ങനെ നമുക്ക് സാമ്പത്തികമായി ചുരുക്കൽ എങ്ങനെ നടത്താം, എങ്ങനെ സാമ്പത്തികം നമുക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാം. അതിന്റെ മറ്റേ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അത് ബാക്കിയുള്ള ചർച്ചകൾ വരട്ടെ. അതുകൊണ്ട് അവസാനിപ്പിച്ചാൽ മതി സാർ. ദൂർത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്പ്യാര്, നിങ്ങൾ ഈ പറയുന്ന പശുത്തൊഴുത്തും അതിനകത്ത് AC വെച്ചെന്നോ മറ്റ് ലിഫ്റ്റ് ചെയ്യുന്നു ഇതെല്ലാം കൂടെ വന്നാൽ നമ്മുടെ സമ്പത്തിൽ നമ്മളൊരു 10,000 രൂപ വരെ ഉള്ള ആളെ 50 രൂപ ചെലവാക്കുന്നെന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഈ പറഞ്ഞില്ല 50 രൂപ പോലും വരുത്തില്ല നമ്മുടെ സമ്പദ്ഘടന. പണ്ട് K കരുണാകരൻ സ്വിമ്മിംഗ് പൂള് കെട്ടിയ സമയത്ത് എന്ത് കോലാഹലായിരുന്നു സാർ. അല്ല, നിങ്ങൾ ഒരു കാലത്ത് നിങ്ങൾ എന്തിനൊക്കെ എതിർത്തിരുന്നു, അതെല്ലാം നിങ്ങൾ നടപ്പിലാക്കുകയാണ്. നാട്ടുകാരില്ലേ കോളേജിൽ സമരം നടത്തി, രക്തസാക്ഷികളെ ഉണ്ടാക്കി, പുഷ്പം കിടക്കുന്നു. ഇപ്പോഴാ നിങ്ങൾ പറയുന്നു സ്വകാര്യ സർവകലാശാലകൾ വേണം, വിദേശ സർവകലാശാലകൾ വേണം. അപ്പൊ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ ഇന്നൊന്ന് പറയും, നാളെ മാറ്റി പറയും. എന്നിട്ട് ശിവൻകുട്ടിയെ പോലുള്ളവർ പറയും ജീവിതാവസാനം വരെ ഒരേ നയവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന്. ഇല്ല, നമുക്ക് പറ്റില്ലല്ലോ. നമ്മൾ ദൈനംദിനം നമ്മൾ മാറണ്ടേ. നമ്മൾ മാറിയില്ലെങ്കിൽ പിന്നെന്താണ്, എല്ലാത്തിനും മാറ്റം ഉണ്ടാകണമല്ലോ. പണ്ട് സൂര്യൻ ചലിക്കുന്നില്ലെന്നല്ലായിരുന്നു പറഞ്ഞു, പിന്നീട് പറഞ്ഞാലും സൂര്യനും ചലിക്കുന്നുണ്ട്, ചലിക്കാതെ നിൽക്കുന്ന ഒന്നുമില്ലെന്ന്. എല്ലാം ചലിക്കുന്നുണ്ട്. ഇപ്പൊ മാറ്റങ്ങൾ അനിവാര്യമാണ്. മാറ്റങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ശരിയാണ്, കാലാകാലങ്ങളിൽ സൈദ്ധാന്തികമായിട്ടായാലും താത്വികമായിട്ടായാലും ശാസ്ത്രീയമായിട്ടായാലും സാമൂഹികമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ പിന്നോട്ടടിക്കപ്പെടും. അതിന്റെ ഒരു ഭാഗമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് സമൂലമായ മാറ്റം വരുത്തണം. ആ സമൂലമായ മാറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എല്ലാ ജില്ലകളിലും അതിന്റെ ഓരോ മേഖലയിലെ എക്സ്പെർട്ടുകളെയാണ് അവിടെ വിളിച്ചത്.
വിദ്യാർത്ഥികളിൽ ഏറ്റവും നല്ലതുപോലെ അതാത് കോളേജ് പ്രിൻസിപ്പാളുമാർ അഡ്വക്കേറ്റ് ബലദേവ്, ഞാൻ നിങ്ങളുടേത് അല്ലെ മുന്നണിയുടേത് സർക്കാരിൻ്റേത് സതുദ്ദേശപരമായ ഒരു നീക്കമാണെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു. താങ്കൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ സാർ, എന്തിനാണ് സാർ ഈ 18 ലക്ഷം രൂപയുടെ പന്തൽ കെട്ടിയിട്ട് ഒരു സമ്പാദനം നടത്തേണ്ട ആവശ്യം എന്താ സാർ? ആ 18 ലക്ഷം രൂപ നമുക്ക് എന്തിനൊക്കെ ചെലവഴിക്കാം. അല്ല, അത് ശരിയാണ്. സാമ്പത്തികമായി നമുക്ക് പരമാവധി അല്പം കൂടെ ചെലവ് ചുരുക്കാം. കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചോണമെങ്കിലും നടത്താൻ തർക്കമൊന്നുമില്ല. പക്ഷെ കുറെ കൂടെ വിശാലമായ പരിപാടികൾ നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ നേരത്തെ ആശ പറഞ്ഞതുപോലെ അവർ ഇത്തരം വിപുലമായിട്ട് പരിപാടി നടത്തും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അങ്ങനെയുള്ള കാര്യം അത് ഇനവിറ്റബിൾ ആണ്. ഇതിൽ കൂടെ മാത്രമേ നമുക്കൊരു പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നേരത്തെ ഞാൻ ഇൻഫോസിസിലെ കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികൾ എന്തൊക്കെ. ശ്രീമതി ആശാ ലോറൻസിന് എന്തോ ചോദിക്കാനുണ്ട്. ചോദിച്ചോട്ടെ. 60 കുട്ടികൾ ആണ് ഇതിന് വിളിച്ചിരിക്കണേന്നാ പറഞ്ഞത്. ജസ്റ്റ് 60 കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാനാണ് ഇത്രയും മന്ത്രിമാരും ഇത്രയും അലങ്കാരവും എല്ലാമായിട്ട്. കുട്ടികളോട് സംവദിക്കുമ്പം അതിന് എഡ്യൂക്കേഷൻ എക്സ്പേർട്സ് പോയി സംസാരിച്ചാൽ മതി. പിന്നെ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് കേട്ടു, വിദേശത്ത് പോയ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരണമെന്ന്. അവരെ ഈ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് എന്തിനാണ്? ഡ്രഗ്സിന് അഡിക്റ്റ് ആക്കാനായിട്ടോ? കള്ളത്തരവും പിടിച്ചുപറിയും ഒക്കെ ചെയ്യുന്ന യങ്സ്റ്റേഴ്സാണ് മിക്കയിടത്തും ഞാൻ കാണുന്നത്. ഞാൻ മഹാരാജ് കോളേജിലും സെൻറ്റ് തെരേസാസിലും ലോ കോളേജിലും എറണാകുളത്ത് പഠിച്ചിട്ടുണ്ട്. അന്ന് പഠിച്ച 30 വർഷം 25 വർഷം മുമ്പ് ഉള്ള സ്റ്റുഡൻസിൻ്റെ രീതിയല്ല ഇന്നത്തെ സ്റ്റുഡൻസ്. അവരാകെ മാറിയിട്ടുണ്ട്. ബ്രെയിനാണ് അവരുടെ നശിച്ചിരിക്കുന്നത്. ബ്രെയിൻ നശിപ്പിച്ചിരിക്കുക ഡ്രഗ്സ് കൊടുത്തിട്ട്. അത് ഏതോ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു പ്രത്യേക അജണ്ടയായിട്ടാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. എന്തിനോ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യാണ്ട് ഒരു തലമുറ, ഈ ഒരു 30 വയസ്സിന് താഴെ ഉള്ള 15 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള യങ്സ്റ്റേഴ്സിനെ പറ്റി പഠിച്ചാൽ അറിയാം അവരെങ്ങനെയാണ് ജീവിക്കുന്നത്. അവർ എന്തിനെങ്കിലും ഇടപെടാനുള്ള അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കി അറിയാം. കോളേജിൽ പോകുന്നുണ്ട് പാരൻസിൻ്റെ പൈസയുമായിട്ട്. പക്ഷേ അവരെന്തെങ്കിലും ലക്ഷ്യം വെച്ച് ഫോക്കസ് വെച്ച് പഠിക്കുന്ന കുട്ടികളാണ് എബ്രോഡ് പോകുന്നതും ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയിട്ട് പഠിച്ച് അവർ ജീവിക്കാൻ പോകുന്ന. ഈ പോയവരെ തിരിച്ചു കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രി എന്ത് കൊടുക്കും എന്നാണ് പറയുന്നത്? എന്ത് സെക്യൂർഡ് ലൈഫാണ് അവർക്ക് കൊടുക്കാൻ പോണത് ഈ കേരളത്തില്? അതെ, അഡ്വക്കേറ്റ് ബലദേവ്, തീർച്ചയായിട്ടും ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മളൊരു നല്ലൊരു കാര്യം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവും. നമുക്കറിയാമല്ലോ, നമ്മൾ നല്ല കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മുന്നോട്ടിറങ്ങിയാൽ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ പറ്റും. പക്ഷെ ആശ പറഞ്ഞതുപോലെ ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന കാര്യങ്ങളും ലഹരി ഉപയോഗിക്കുന്നതും ഈ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പൊ ഈ ലോകം മൊത്തത്തിൽ, വിശേഷിച്ചും വികസിത രാജ്യങ്ങൾ, നമ്മളെല്ലാം പാർക്കിലൊക്കെ കാണുന്നതാണ്. ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ചില മുസ്ലിം രാജ്യങ്ങൾ ഒഴിച്ചു, മുസ്ലിം രാജ്യങ്ങളെല്ലാം ഇല്ല, പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ ഇത് കച്ചവടമുണ്ട്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കഞ്ചാവ് വിറ്റ് ജീവിക്കുന്ന ഒരു ഗവൺമെന്റാണ് അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റ്. അപ്പം ചില അല്ലാതുള്ള മിഡിൽ ഈസ്റ്റുള്ള ചില രാജ്യങ്ങൾ. സാറ് ക്ഷമിക്കുക കേട്ടോ, ഈ CPM-കാരുടെ സാറ് CPM-കാരനാണ്, എനിക്കറിയില്ല. അയ്യോ സോറി, ക്ഷമിക്കണം. ഇവിടുത്തെ കാര്യം പറയുമ്പോൾ, നമ്മളെ സ്റ്റേറ്റ് കാര്യം പറയുമ്പോൾ കേരളത്തിലെ കാര്യമാണ് ഇപ്പോൾ. കേരളത്തിലെ സ്റ്റുഡൻസിനെ പറ്റിയുള്ള ചർച്ചയാണ്. അതിന് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലോട്ടും വികസിത രാഷ്ട്രത്തിലോട്ടൊന്നും പോകണ്ട. ഇവിടുത്തെ കുട്ടികൾ, നമ്മുടെ മക്കൾ ഡ്രഗ്സ് അഡിക്റ്റ് ആകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കേരളത്തിൽ പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നോ? ഞാൻ കോളേജിൽ പഠിക്കുമ്പം അന്നത്തെ ഒരു സിനിമാ നടൻ ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചാണ്, ഉപാസന എന്നും പറഞ്ഞിട്ടൊരു സിനിമയിൽ. അദ്ദേഹം കേരളത്തിൽ ആ ഫോർഷോർ റോഡിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു 3-4 ഗ്യാങ്ങായിട്ട് കഞ്ചാവ് അടിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് കഞ്ചാവും മയക്കുമരുന്നെന്ന് മാത്രം എൻ്റെ അപ്പനും മൂത്ത ബ്രദറൊക്കെ പറഞ്ഞു കേൾക്കാം. സെലക്റ്റഡ് ആയിട്ടുള്ള വളരെ ചൂസി കുറച്ച് കുട്ടികൾ, പൈസയുള്ള വീട്ടിലെ കുട്ടികളായിരുന്നു ഈ ഇങ്ങനത്തെ ഒരു ഉഴപ്പത്തരമൊക്കെ കാണിച്ച് മൂലയ്ക്ക് പോയി നനഞ്ഞ കോഴിയെ മാതിരി ഇരിക്കുമായിരുന്നു. ഇപ്പോൾ അത് ഒരു 70-80% കുട്ടികൾ, പെൺകുട്ടികൾ വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് കേരളത്തിലെ കാര്യമാണ്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനൊക്കെ വിട്ടുകളാം, അത് നമ്മളെ ഇൻഡയറക്ട്ലി ബാധിക്കുന്നു. നാട് മുഴുവൻ ബാറുകൾ തുറന്നു കൊടുക്കുന്നു. മാത്രമല്ല ഇപ്പൊ ഡാൻസ് ബാർ കൂടി ഉണ്ട്. എന്തൊരു വികസനമാണ് ഈ പോയ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ സംവിധാനം, പിന്നെ ഉന്നത വിദ്യാഭ്യാസം രംഗം ഉടച്ചു വാർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത്. ഈ ഉടച്ചു വാർക്കുന്നതിന് പകരം നമ്മൾക്ക് ഇപ്പൊ സാറിനെ ഞാൻ സാറിന് വിളിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നെക്കാളും സീനിയേഴ്സ് എല്ലാ വിധത്തിലും. നമുക്ക് ഇപ്പോൾ പിണറായി വിജയൻ സാറിൻ്റെ ഐഡിയോളജിയായിട്ട്, കമ്മ്യൂണിസ്റ്റായിട്ട് എനിക്ക് എൻ്റെ അപ്പനോട് പോലും ചേർത്തില്ല. പക്ഷേ സ്ഥാനം കൊണ്ട്, പ്രായം കൊണ്ടൊക്കെ മൂത്തവരെ നമുക്ക് ബഹുമാനിക്കാം. ചിലർ
ക്വാളിറ്റി കൊണ്ട്, ചിലരുടെ ക്വാളിഫിക്കേഷൻ കൊണ്ട് നമുക്ക് ബഹുമാനിക്കണം. ഈ സ്റ്റുഡൻസ്, കേരളത്തിലെ SFI സ്റ്റുഡൻസ്, ഇവിടുത്തെ ഗവർണർ, അദ്ദേഹം പ്രായം കൊണ്ട് എത്ര മുതിർന്നാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ്, ഗവർണർ മാത്രമല്ല ചാൻസലറാണ്, അദ്ദേഹം എത്ര സ്കോളറാണ്, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എത്രയുണ്ട്, അദ്ദേഹം മന്ത്രിയായിരുന്നു, MP ആയിരുന്നു, MLA ഒക്കെ ആയിരുന്നു എന്ന് എൻ്റെ അറിവ്. അപ്പോൾ അങ്ങനെയുള്ള ഒന്നും വേണ്ട, ഒന്നും നോക്കണ്ട, ഗവർണറും കൂടി അല്ല നോക്കി ചെന്നിട്ട് ഞാൻ ഇതിന് വേണ്ടി ഈ ചർച്ചയ്ക്ക് വേണ്ടി വരുമ്പോഴും ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ടിൽ എത്ര വികൃതമായിട്ടാണ് അദ്ദേഹത്തിനെ വരച്ചു വെച്ചിരിക്കുന്നത്. അത് ചിലപ്പം വേറെ പാർട്ടിക്കാരും മറ്റുള്ള രാഷ്ട്രീയക്കാരെയും ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറെയാണ് ഈ കുട്ടികളിട്ട് വഴിനീളയിട്ട് ആക്രമിക്കുന്നത്. എന്നിട്ട് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗം ഉടച്ചു വാർക്കുമ്പോൾ ആ കുട്ടികളോട് ഇവർ പിണറായി വിജയനും ഒക്കെ പറയാൻ ബാധ്യസ്ഥരല്ലേ? ബിന്ദു ഒരു അധ്യാപികയാണ്, അവരുമായിട്ടാണ് മുഖാമുഖം നവീകരിക്കേണ്ട. ആർ ബിന്ദു അധ്യാപികയാണ് അല്ലേ, പാർട്ടി SFIയിൽ കൂടി വളർന്നു വന്ന് PB മെമ്പറുടെ ഭാര്യയാണ്. ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഗവർണറെ ചീത്ത വിളിക്കുന്നതിനെ പറ്റി ഒരു അമ്മ എന്ന നിലയ്ക്ക് പോലും ഈ കുട്ടികളെ വിളിച്ചിട്ടൊന്ന് വഴക്ക് പറഞ്ഞിട്ടില്ല. എങ്ങനെ വഴക്ക് പറയുക? അധ്യാപകർക്ക് വേണ്ടിയിട്ട് ശവമഞ്ചൊരുക്കൽ, ഇങ്ങനത്തെ ചീത്ത വിളിക്കൽ, കസേരയുടെ കാല് വലിച്ചു പൊട്ടിച്ച് വീഴ്ത്തൽ, എടാപോട വിളിക്കൽ, പിന്നെ TP ശ്രീനിവാസൻ സാറിനെ അടിച്ചു താഴ്ത്തിട്ട് ഒരു SFIക്കാരനാണ് ഈ തിരുവനന്തപുരത്ത് വെച്ചിട്ട്. എന്നിട്ടാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗം പരിവർത്തനത്തിന് വിധേയമാക്കണമെന്ന് പറയുന്നത്. അടി കൊടുത്തു. ആദ്യം TP ശ്രീനിവാസന്റെ കാല് പിടിച്ച് മാപ്പപേക്ഷിക്കണം. യെസ്, അഡ്വക്കേറ്റ് ബലദേവ്, താങ്കൾക്ക് മറുപടി പറയാം. ഒരു കാര്യം, എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം അമേരിക്കയിലാണ്, ശ്രീ ജയരാജ്, അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചിരിക്കുക. അത് ഞാൻ താങ്കളുടെ ഈ പാനലിസ്റ്റുകളുടെയും പ്രേക്ഷകരുടെയും ശ്രദ്ധയ്ക്ക് വായിക്കാം. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും 2 വർഷം കൂടുമ്പോൾ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. അധ്യാപകർക്കാണെങ്കിലും മറ്റ് സർക്കാർ ജോലിക്കാർക്ക് ആണെങ്കിലും അറിവ് പുതുക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. എല്ലാ തൊഴിൽ മേഖലകളിലും ലൈസൻസ് ആവശ്യമുണ്ട്. മുടി വെട്ടുന്ന ജോലിയാണെങ്കിലും 2 വർഷം കൂടുമ്പോൾ ലൈസൻസ് പുതുക്കുമ്പോൾ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ചെയ്തിട്ട് വേണം ലൈസൻസ് പുതുക്കാൻ. നോക്കൂ, വല്ലതും നടക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ? ഇവിടെ ഇൻ സർവീസ് കോഴ്സുകൾ മിക്കതിനുമുണ്ട്. പിന്നെ ഈ പറഞ്ഞ അമേരിക്കയിലെ കണക്ക് പറഞ്ഞ രീതിയിലില്ല. അതിപ്പോ ഓരോ രാജ്യത്ത് നമുക്ക് ഓരോ രീതിയല്ലേ. പിന്നെ ലൈസൻസ്, ഇവിടെ ഇപ്പൊ ഏത് കട തുടങ്ങണമെങ്കിലും പഞ്ചായത്തിന്റെ ലൈസൻസ് വേണം. അത് വർഷം തോറും പുതുക്കുകയും വേണം. അതിന് പഞ്ചായത്തിന് കാര്യവും. ഏത് തദ്ദേശ സ്ഥാപനത്തിന്റെ ലൈസൻസ് ഇല്ല ഇപ്പൊ ഒരു പെട്ടിക്കട പോലും തുടങ്ങാൻ പറ്റത്തില്ല. അത് വർഷം തോറും പുതുക്കുകയും വേണം. അത് പോട്ടെ, അതിന്റെ വഴിക്ക് പോട്ടെ. ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഈ മുഖാമുഖമായി ബന്ധപ്പെട്ടതാണ്. ആശ പറഞ്ഞ കാര്യങ്ങളല്ലല്ലോ നമ്മൾ സംസാരിച്ചത്. ആശ പറഞ്ഞപ്പോൾ ഗവർണറെ തടയുന്ന കാര്യങ്ങളും മറ്റേ കാര്യം, അത് SFI നടത്തി വരുന്ന ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. മൂല്യച്യുതി, വിദ്യാഭ്യാസ രംഗത്തെ മൂല്യച്യുതി. അത് മാത്രമല്ല, കേരളത്തിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗം താറുമാറാക്കിയത് ആരാണ് സാർ? ആരാണ് അതിന് ഉത്തരവാദി? ഇത് പ്രൊഫഷണൽ, ഞാൻ 1976-81 കൊല്ലം ശ്രീനാരായണ കോളേജിൽ ഡിഗ്രി പഠിച്ചത്, കൊല്ലം LLB തിരുവനന്തപുരത്ത് പഠിച്ചു. അപ്പൊ ഈ 76-81 കാലഘട്ടത്തിൽ അവിടെ കണ്ടമാനം വിദ്യാർത്ഥികളെ കോളേജ് ക്യാമ്പസിൽ നിന്ന് പിന്നെ ലഹരി മരുന്നുകൾ, ചാര ഉൾപ്പെടെ ഹോസ്റ്റലിൽ നിന്നൊക്കെ വിദ്യാർത്ഥികളെ, എന്റെ കൂടെ ഹോസ്റ്റലിൽ നിന്ന് വിദ്യാർത്ഥികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ലഹരി ഉപയോഗം ഒന്നും ഇന്നും ഇന്നലെ തുടങ്ങിയൊന്നുമല്ല. പിന്നെ അതിന്റെ അളവും ജീവിത രീതികളും ഒക്കെ നമുക്കറിയാം ഒരുപാട് മാറി മാറി വരുന്നു. അന്നത്തേനേക്കാൾ കൂടുതലായിട്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് മുന്നോട്ട് ജനങ്ങൾ പോയിട്ടുണ്ട്. പണ്ടതിനേക്കാൾ കൂടുതലായിട്ട് അന്ന് സ്കൂളിൽ പോകുമ്പോൾ, അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഒരു ചെരുപ്പ് പോലും ഇടാൻ ബുദ്ധിമുട്ടാണ്, ഒരു സമ്പത്തുള്ള വീട്ടിൽ പോലും. ഇപ്പോഴെങ്ങനെയാണോ? ഇപ്പൊ ഒരു കളക്കാരന്റെ മകൻ പോലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നു, സ്കൂൾ ബസ് വീട്ടിൽ മുറ്റത്ത് വരുന്നു. കാര്യം ദാരിദ്ര്യമുള്ള സാമ്പത്തികമായിട്ട് സാധാരണക്കാരൻ പോലും മുന്നോട്ട് പോകും. അപ്പൊ അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. അപ്പം ഈ ജീവിത രീതികളിൽ മാറ്റമുണ്ട്. അപ്പൊ അന്ന് ലഹരി മരുന്നുകൾ അങ്ങനെ അന്ന് അവിടുന്ന് പിടിച്ചിട്ടുണ്ട്. ലാ അക്കാഡമി പഠിക്കുമ്പോൾ അവിടുന്ന് നിരവധി സ്ഥിരമായിട്ട് പിടിക്കുമായിരുന്നു. LLBക്ക് പഠിക്കും, അവിടുന്ന് കുറെ അധികം വിദ്യ. അപ്പം ഈ ലഹരി മരുന്ന് ഉപയോഗവും കഞ്ചാവ് ഉപയോഗവും ഇന്നും തന്നെ തുടങ്ങിയതല്ല. പിന്നെ അതിനൊക്കെ ചില വകഭേദങ്ങൾ വന്നു. ടൗണിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് മാറി. കാര്യം ഗ്രാമങ്ങൾ ഇപ്പൊ ടൗണായിട്ട് വളരുകയാണ്. എന്റെയൊക്കെ നാടൊക്കെ എന്ന് പറഞ്ഞാൽ കൊച്ചു ഗ്രാമമായിരുന്നു. ഇപ്പൊ അതൊരു കൊച്ചു ടൗണായിട്ട് മാറി. കാര്യം അത്രയായിട്ട് ജനസാന്ദ്രത കൂടുന്നു, വലിയ വലിയ സ്ഥാപനങ്ങൾ വരുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നു. ഇവിടെയും എന്റെ പഞ്ചായത്തിലും ITI കോളേജുകളൊക്കെ ഉണ്ട്. ഇവിടെ ITI കോളേജുകളൊന്നും പണ്ടില്ലായിരുന്നു, കിലോമീറ്റർ കണക്കിന് പോകണമായിരുന്നു. അപ്പൊ ആ രീതി വിദ്യാഭ്യാസ കോളേജുണ്ട്, ഗവൺമെന്റ് കോളേജുണ്ട്. അപ്പൊ അത്ര രീതിയിലേക്ക് നമ്മുടെ നാട് ഇങ്ങനെ വളർന്നു വരും. അപ്പൊ അതിനോടൊപ്പം തന്നെ നല്ലത് വളരുന്നതോടൊപ്പം തന്നെ അതിന്റെ മറുവശമാണ് ചീത്തയും. അത് ഏതൊരു രാജ്യത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നന്മയോടൊപ്പം തന്നെ തിന്മയും വളരും. നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളിലും എല്ലാം കാണുന്നത് എവിടെ നന്മയുണ്ടോ അവിടെ എല്ലാം തിന്മയുണ്ട്. ഇപ്പൊ കഞ്ചാവ് ഉപയോഗവും ലഹരി ഉപയോഗവും ഒന്നും
ഇപ്പോഴീ 2016 പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം തുടങ്ങിയൊന്നുമല്ല. അല്ല, ഇത് ഓർമ്മയ കാലം കേരളമാണ് മുതലേ എന്നല്ലേ പറയുന്നത് അഡ്വക്കേറ്റ് ബലദേവ്? നമ്പർ ദേവന്മാരാണ് എല്ലാ കാര്യത്തിലും നമ്മള് നമ്പർ 1. ഇല്ല. നമ്മുടെ അല്ല, പുരാണങ്ങളിൽ അപ്പൊ മറ്റ് പ്രദേശങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടോ രാജ്യങ്ങളുമായിട്ടോ ഒന്നും കമ്പയർ ചെയ്യരുത്. കേരളം ഇല്ല. ഞാൻ നമ്മുടെ കേരളത്തിലെ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. 1976 മുതൽ 81 വരെ കേരളത്തിലെ അന്നത്തെ ഏറ്റവും വലിയ കോളേജാണ് കൊല്ലം ശ്രീനാരായണ കോളേജ്. പിന്നീടാണ് പല കോളേജുകളായിട്ട് മുകളിൽ വന്നത്. ആ കൊല്ലം ശ്രീനാരായണ കോളേജിൽ ഞാൻ പഠിച്ചത്. അവിടെ നിന്ന് നിരവധി പേരെ അവിടെ നിന്ന് ഈ ലഹരി ഉപയോഗത്തിന് സ്റ്റേഡിയം, അതുമായിട്ട് ലാൽബോർ സ്റ്റേഡിയം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ആണ് ഏറ്റവും കൂടുതൽ പിള്ളേരെ ആ സമയത്ത് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ലാ കോളേജിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 10-40 വർഷത്തിന് മുമ്പുള്ള കാര്യമായിരുന്നു, 43 വർഷത്തിന് മുമ്പുള്ള കാര്യം. അപ്പൊ അന്ന് ഈ സംഭവങ്ങളൊക്കെ അന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് പുതിയതായിട്ട് 2014 പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് കേരളത്തിൽ ലഹരി മരുന്ന് ഉപയോഗം. പിന്നെ വിദ്യാർത്ഥികൾ ഗവർണർ തടയുന്നത് ഗവർണർ കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ ഏതെങ്കിലും ഒരു ഗവർണർ കാണിക്കുന്നതാണോ? നിയമസഭയിൽ വന്ന് 1 സെക്കൻഡ് കൊണ്ട് ഒരു ബജറ്റിന്റെ 1 സെക്കൻഡ് പറഞ്ഞു പലതേ നിയമപരമായി നേരിടണം. അല്ലാതെ ഗവർണർ പോകുന്നിടത്തൊക്കെ കരിങ്കൊടി പൊക്കി അദ്ദേഹത്തെ തെറിവിളിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഇതാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്. നിങ്ങൾ ഗവർണർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. എന്തൊക്കെ മാർഗങ്ങളുണ്ട് സാർ? അല്ലാതെ ഗവർണറുടെ നെഞ്ചത്തോട്ട് കയറിയിട്ടാണോ? അതിന് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഈ തെമ്മാടി കൂട്ടങ്ങളെ ആരാണ് ഇറക്കി വിടുന്നത്? ഈ ഗവർണർ തന്നെ ആദ്യമൊക്കെ ഒത്തിരി ആള് ഇതെല്ലാം ഒപ്പിട്ട് കൊടുത്ത ആളല്ലേ. അദ്ദേഹം തന്നെ സംബന്ധിച്ചല്ലോ പല യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരെ വെക്കുന്നതിന് ഞാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ വിളിച്ചു പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹം ഏറ്റു പറഞ്ഞല്ലോ. അല്ല, അദ്ദേഹം ഏറ്റു പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ മര്യാദ. അദ്ദേഹം ഞാൻ വളരെ കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റൂ. അദ്ദേഹം തന്നെ ഏറ്റിട്ടുണ്ട്. ഞാൻ ഇന്ന അഴിമതിയൊക്കെ കൂട്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സെനറ്റുകളും, എല്ലാ സർവകലാശാലകളിലെ സെനറ്റുകളും സിൻഡിക്കേറ്റുകളും നമ്മുടെ കുത്തകയാവണം എന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കൂ സാർ. ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് അദ്ദേഹം നിർവഹിക്കും. അല്ലാതെ ഇതൊക്കെ ഞങ്ങളുടെ തറവാടാണ്, ഇത് കേരളമാണ്, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മാറ്റം വരട്ടെ. താങ്കളല്ലേ നേരത്തെ പറഞ്ഞത് മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ മാറ്റം വരുമ്പോൾ അതിനെ അംഗീകരിക്കാനുള്ള മനസ്സ് കാണിക്കൂ. 1 സെക്കൻഡ് നമ്പ്യാരെ, കേന്ദ്ര യൂണിവേഴ്സിറ്റികൾ ഒത്തിരി ഉണ്ടല്ലോ. അവിടെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെയും CPM-കാരനെയും അതിന്റെ സെനറ്റിലോ ബോർഡിലോ നിങ്ങൾ വെക്കുവോ? അല്ല, കേന്ദ്ര യൂണിവേഴ്സിറ്റി ഒത്തിരി ഉണ്ട്. കേന്ദ്രം നേരിട്ട് നോക്കുന്ന ഒത്തിരി യൂണിവേഴ്സിറ്റി. അവിടെ ഏതെങ്കിലും CPM-കാരനെ കോൺഗ്രസ്സുകാരനെ അതിന്റെ സെനറ്റിലോ ബോർഡിലോ നിങ്ങൾ വെക്കും? അല്ല, ഒരാളുടെ പേരെന്ന് പറ. ഒരു കോൺഗ്രസ്സുകാരൻ. അല്ല, ഞാനിപ്പോ ഓർക്കുന്നില്ല. അവിടെ ഇതുപോലുള്ള കടുംപിടുത്തമൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ പോട്ടെ, ഒരു മിനിറ്റ് അഡ്വക്കേറ്റ് ബലദേവ്, ഇപ്പൊ ഈ സെനറ്റിൽ ഒക്കെ ഈ ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോവാലോ. നിങ്ങൾ പോയിട്ടുണ്ടല്ലോ. നിങ്ങൾ ഗുണ്ടകൾ ഇങ്ങനെ നിൽക്കുക. ഒരാളെ ഇത് കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല. പിന്നെ ഇവരുടെ തറവാടാണല്ലോ ഇതൊക്കെ. 1 സെക്കൻഡ്. അനധികൃതമായിട്ട് ചിലരെ പോസ്റ്റ് ചെയ്യുന്നുള്ള തർക്കമില്ല. ഞാൻ പറയട്ടെ, ശ്രീ MK ഹരിദാസ് ഇവിടെ റിപ്പോർട്ട് അദ്ദേഹത്തിന് അറിയാം. ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാൾ പോലും ഉണ്ടെന്ന് ശ്രീ MK ഹരിദാസ് പറയത്തില്ല. അനധികൃതമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവരെല്ലാം ക്വാളിഫൈഡ് ആയിരുന്നു. അതിനകത്ത് ഇവിടെ ഇരിക്കുന്ന ഒരു പാനലുകൾക്കോ ഈ വെച്ചിരിക്കുന്ന ഒരാൾ പോലും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളെന്ന് പറയത്തില്ല. കാരണം ആ സെന്ററിലോ സർട്ടിഫിക്കറ്റിലോ വരണം എന്നുണ്ടെങ്കിൽ, വൈസ് ചാൻസലർ ആകണം എന്നുണ്ടെങ്കിലോ അതിന് വേണ്ടുന്ന പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഈ വെച്ചിരിക്കുന്ന എല്ലാവർക്കും പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഉള്ളതാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒത്തിരി ചർച്ച ചെയ്താണ് സെർച്ച് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരുടെ പേര് കൊടുക്കുന്നത്. അതിലൊക്കെ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ആദ്യം വിധി വരുന്നത് വല്ലഭായ് പട്ടേൽ യൂണിവേഴ്സിറ്റി ഗുജറാത്തിലാണ്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്ത BJP ഗുജറാത്ത് ഭരിച്ചിരുന്ന നരേന്ദ്രമോദി അവിടെ ഇരുന്നപ്പോൾ വന്ന വിധിയാണത്. ആദ്യമായിട്ട് വന്ന വിധി. ഞാനത് പറഞ്ഞോട്ടെ. നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? കേരളത്തിലെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ നേരെ ഉത്തരേന്ത്യയിലോട്ട് പോകും. പഠനത്തിന് പോവാതെ കേരളത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇരുന്ന ഗുജറാത്തിൽ വല്ലഭായ് പട്ടേൽ യൂണിവേഴ്സിറ്റിയിലെ വിധിയാണ് ഇന്ന് കേരളത്തിലെ എല്ലാ വിധികൾക്കും ഹാജരാക്കുന്നത്. വല്ലഭായ് പട്ടേൽ യൂണിവേഴ്സിറ്റിയിൽ ഈ സെർച്ച് കമ്മിറ്റി പറയാതെ ഒരാളിന്റെ അവിടുത്തെ വൈസ് ചാൻസലർ എടുത്തു. അവിടെ പോയി നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഒന്ന് ശ്രീ MK ഹരിദാസിലേക്ക് പോട്ടെ. ശ്രീ MK ഹരിദാസ്, ഗുണപരമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് വിദ്യാർത്ഥികളുമായി നമ്മുടെ മുഖ്യമന്ത്രി ഇതാ സംവാദം നടത്തുന്നു. ഈ സംവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ ഇവിടെ മാറ്റം അദ്ദേഹം കൊണ്ടുവരും എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ മുഖവിലക്കെടുക്കാൻ പറ്റുമോ ശ്രീ ഹരിദാസ്?
ഒരു കോടിയിലെ എത്ര 5 ലക്ഷം രൂപയുണ്ട് എന്ന് അറിയുന്ന 21 മന്ത്രിമാർക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധമില്ല. ഒരു കോടിയിൽ എത്ര 5 ലക്ഷം, ഞാൻ അവരെ കണക്കറിയില്ല എന്നല്ല. ഞങ്ങൾ ചിലവാക്കുന്ന 1 കോടി രൂപ, ശ്രീ ബലദേവ് ഇവിടെ വളരെ ലാഘവമായിട്ട് തൊഴുത്തിലെ AC പിടിപ്പിച്ചു അത് ഇതെന്നൊക്കെ പറയുമ്പോൾ, ശ്രീ ബലദേവ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് എന്ന് പിണറായി വിജയനും പറയുന്നു, നിങ്ങളും പറയുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണെന്ന്. അദ്ദേഹം അധികാരത്തിൽ കയറിയിട്ടുള്ള ആദ്യത്തെ ഒരു വർഷം 2017 വരെ ഞാനും കരുതിയിരുന്നു അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്, കേരളം ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണെന്നൊക്കെ ഞാനും കരുതിയിരുന്നു. പിന്നീടുള്ള ദൂർത്ത് കാണുമ്പോഴാണ് നമുക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് തൊഴുത്തുണ്ടാക്കാനും ലിഫ്റ്റ് ഉണ്ടാക്കാനും സ്വിമ്മിംഗ് പൂൾ നവീകരിക്കാനും വേണ്ടിയിട്ട് പൈസ ചെലവാക്കുമ്പോൾ 1 കോടിയിൽ എത്ര 5 ലക്ഷം രൂപയുണ്ട്. ആ 5 ലക്ഷം രൂപയുടെ വില അറിഞ്ഞാലാണ് ഇവിടെ ലൈഫ് പദ്ധതി പ്രകാരം വീട് 1/4 ഭാഗം, അരഭാഗം, 1/4 ഭാഗം ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി താങ്കളോട് ഞാൻ ഇതിൽ വരുന്ന താങ്കളെ ഞാൻ ഒരു പ്രതീകമാക്കുക കേട്ടാ. നിരപരാധിയായിട്ടുള്ള താങ്കളെ ചൂണ്ടിയിട്ട് ഇത് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോ 1 കോടിയില് 5 ലക്ഷം ഉണ്ടെന്നും ഈ 5 ലക്ഷം രൂപ ഞങ്ങള് 20 വീടിന്റെ ലൈഫ് പദ്ധതി പ്രകാരം ഞങ്ങൾ വാഗ്ദാനം ചെയ്ത വീടിന്റെ പണി തീർക്കാമെന്നും ഉള്ളൊരു ചിന്ത ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ദൂർത്ത് ചെയ്യില്ല എന്നാണ് ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നത്. അനിൽ നമ്പ്യാർ, എനിക്കിപ്പോ ശരപരീക്ഷം പ്രത്യേകിച്ച് ജനത്തിലെ ചർച്ചയിൽ പങ്കെടുക്കാൻ തുടങ്ങിയതിനു ശേഷം സോഷ്യൽ മീഡിയ വഴി ഭയങ്കര ഭീഷണിയാണ്. ആ ഭീഷണിയിലാണ് ഞാൻ ശ്രീ ബലദേവ് സച്ചിദാനന്ദനോട് കഴിഞ്ഞ ആഴ്ച പങ്കെടുത്തൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം വന്നിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു എന്ത്, എടാ ഹരിദാസ, നിന്റെ ഈ പിണറായി വിരോധം നിന്നെ തെക്കോട്ട് എടുക്കാൻ ഉള്ള സമയമായി എന്ന് നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇന്ന് വന്ന മെസ്സേജാണ് എനിക്ക് അത് പോട്ടെ, ഇതിപ്പോ തെക്കോട്ടോ വടക്കോട്ടോ 64 വയസ്സായി. ഇനിയിപ്പോ തെക്കോട്ട് എടുത്താലും വടക്കോട്ട് എടുത്താലും ഒക്കെ കണക്കന്നെ. 51 വെട്ട് വെട്ടണ്ട, 2 വെട്ട് വെട്ടിയാൽ മതി എന്നേ ഉള്ളൂ. കാരണം 2 വെട്ടിൽ ഒരാൾ മരിക്കും, പിന്നീട് 50 വെട്ട് ശവത്തോടുള്ള അനാദരവാണ്. അപ്പൊ 2 വെട്ട് വെട്ടിയിട്ട് കൊന്നാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോ ഇന്ന് വന്ന മെസ്സേജാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. എടാ, 1,72,00,000 രൂപ ഇത്ര വലിയ തുകയാണോ? ശ്രീ ബലദേവ് കേൾക്കണം, ഇതൊക്കെ ചോദിക്കുന്നത് എന്നോട് കോൺഗ്രസ്സുകാരോ BJP-കാരോ അല്ല, ഈ നമ്മൾ പറയില്ലേ പ്രൊഫൈലിലെ പലവിധ കൃത്രിമത്വങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാരാണ് ചോദിക്കുന്നത്. എടാ ഹരിദാസ, 1,72,00,000. അപ്പൊ എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ അനുയായികളുടെ മനസ്സ് മാറി എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കണം. 1,72,00,000 രൂപയിൽ എത്ര പൂജ്യമുണ്ടെന്ന് അറിയാത്ത പാവങ്ങള് ഈ നാട്ടിലുണ്ടെന്നും അവർ പിച്ചച്ചട്ടി എടുത്തിട്ട് പെൻഷൻ കാശിന് വേണ്ടി തെണ്ടുകയാണെന്നും ചിന്തിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഈ സർക്കാർ ഉറപ്പുവരുത്തുന്ന കാര്യം കൂടി താങ്കൾ മനസ്സിലാക്കണം. മന്ത്രിമാരിൽ നിന്നും 2 വർഷവും 1 മാസവും സേവനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ എല്ലാവർക്കും കൃത്യമായിട്ട് പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനം, അപൂർവ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കൃത്യമായിട്ട് അവർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ തങ്ങളുടെ അനുയായികളൊക്കെ ഭദ്രമായിട്ട് ജീവിക്കണം എന്നൊരു ചിന്തയിലാണ് ഇന്ന് 18 ലക്ഷം രൂപയ്ക്ക് കോഴിക്കോട് ബുക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ ഇന്ന് ഈ വിവരം അറിഞ്ഞ ശേഷം കോഴിക്കോട് അന്വേഷിച്ചപ്പോ പാക്കേജ്, അതായത് ഉച്ചക്കിലത്തെ 1200 രൂപയുടെ ഡിന്നർ അടക്കമുള്ള പാക്കേജ് 400 പേർക്ക് പങ്കെടുക്കാവുന്നതിന് 5 ലക്ഷം രൂപയാണ് മേടിക്കുന്നത്. ഒരു ഹോള് രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെ കൊടുക്കുന്നത്. അത്തരത്തിലുള്ള ഹോളുകളും കാര്യങ്ങളും ഉള്ളപ്പോ എന്തിനാണ് ഈ 18 ലക്ഷം രൂപ ചെലവാക്കുന്നത്? അത്തരം ഒരു ഹോളോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിലോ ഏതെങ്കിലും ഒരു സ്കൂളിന്റെ ഹാളിലോ ഏതെങ്കിലും ഒരു കോളേജിന്റെ ഹാളിലോ നടന്നാൽ 18 ലക്ഷം രൂപ അവിടെ ചെലവാക്കുക വഴി പുറത്തു പോകാവുന്ന സഖാക്കളിലേക്ക് എത്താവുന്ന കമ്മീഷൻ എത്തില്ല എന്നുള്ള വ്യാകുലതയാണ് ഇത്തരം ചെലവുകൾ വരുത്തി വെക്കുന്നത്. ഇനി അനിൽ നമ്പ്യാർ, എനിക്കൊരു സെക്കൻഡ് സമയം തരണം. ബൈബിളിൽ ഒരു വചനം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ, നിങ്ങളെ നേർവഴിക്ക് നടത്തേണ്ടവർ നിമിത്തം നിങ്ങൾ വിലപിക്കേണ്ടി വരും, എന്നാൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ല, കാരണം അത് വിവേകശൂന്യമായി നിങ്ങൾ തന്നെ വരുത്തി വെച്ച നാശമാകുന്നു. 1 സാമുവേൽ 8:10-19. എന്റെ നമ്പറൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ നോട്ട് ചെയ്തതാണ്. ജനം ടിവിയുടെ ചർച്ചയിൽ പറയുന്നത് ഇതാണ് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം. ഇതാണ് ശ്രീ ബലദേവ്. അതായത് നമ്മൾ തന്നെ തെരഞ്ഞെടുത്തിട്ടുള്ളവര് നമുക്ക് തന്നെ ആപത്താവുമ്പോൾ അതിൽ ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി അടുത്തൊരു വാർത്ത കൂടി അറിയണം. അതായത് ജൽജീവൻ മിഷന്റെ പ്രവർത്തികളെല്ലാം കോൺട്രാക്ടർമാർ നിർത്തിവെച്ചു. അവർക്ക് 2500 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. ഈ ജൽജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ നമ്മൾ പറയുന്നത് ജീവജലം കുടിക്കുക വഴിയാണ്. കേരളത്തിലെ 42 ലക്ഷം കുടുംബങ്ങൾക്ക് ഇവിടെ 10 കൊല്ലം, അതായത് 8 കൊല്ലം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഭരിച്ചിട്ടും പാവങ്ങളുടെ സർക്കാർ ഭരിച്ചിട്ടും 42 ലക്ഷം കുടുംബങ്ങൾക്ക് നേരിട്ട് ജലം കിട്ടുന്നില്ല. 27 ലക്ഷം കുടുംബങ്ങൾക്ക് ഭാഗികമായ ജീവജലം കിട്ടുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ജൽജീവൻ മിഷന്റെ പദ്ധതികളെല്ലാം തന്നെ നിർത്തിവെക്കാൻ തീരുമാനിച്ചു. കാരണം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെങ്കിലും സംസ്ഥാന സർക്കാർ പണം കൊടുത്തിട്ട് കണക്ക് കൊടുത്തു കഴിഞ്ഞാലാണ് അവിടുന്ന് പൈസ കിട്ടുക. അത്തരത്തിലൊരു കണക്ക് കൊടുക്കാൻ നമ്മുടെ ഈ പൈസ ഇല്ല. ഇനി അടുത്തത് കേട്ടോളൂ. 1450 കോടി രൂപയായിട്ടുണ്ട് PWD കോൺട്രാക്ടർമാർക്ക്. 2 മാസം കഴിഞ്ഞാൽ വരാൻ പോകുന്ന മഴ
എന്തുണ്ടാക്കും? റോഡുകൾ പൊട്ടിപ്പൊളിയും, യാതൊരു സംശയവുമില്ല. മരുമകന്റെ അണ്ടറിലാണ് റോഡുകളുടെ പണി നടക്കുന്നത്, മരുമകനാണ് ഇവിടെ ഭരിക്കുന്നതെന്നോ റോഡ് നോക്കില്ല, റോഡ് പൊട്ടിപ്പൊളിയും. ഈ കോൺട്രാക്ടർമാർ പണിയെടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്താ? അപ്പൊ സമസ്ത മേഖലകളിലും പ്രശ്നങ്ങൾ നിൽക്കെ തന്നെ ആ പ്രശ്നങ്ങൾ ഒന്നും അറിയാതെ ഇത്തരത്തിൽ കുട്ടികളുമായിട്ട് മുഖാമുഖം നടത്തുമ്പോൾ മറ്റൊരു കാര്യം കൂടി താങ്കൾ മനസ്സിലാക്കണം. ഇന്നലെ പുറത്തു വന്ന വാർത്ത 2018 ശേഷം ഇതേ കുട്ടികൾക്ക് 30 കോടി രൂപയുടെ സ്കോളർഷിപ്പ് ഈ സർക്കാർ വിതരണം ചെയ്തിട്ടില്ല. 30 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018 മുതൽ 2023 മാർച്ച് വരെയുള്ള പൈസയാണ്. അതിലെ വർഷത്തിന്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം തൊഴുത്ത് പണിയിലും ലിഫ്റ്റ് പണിയിലും 1,05,00,000 രൂപയുടെ വണ്ടി വാങ്ങലും 18 ലക്ഷം രൂപയ്ക്ക് പന്തലിടലും അതിന് കുറച്ച് പൈസ ഇത്തരം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്താൽ അവർക്കൊരു ഇൻസ്പിറേഷൻ ആണെന്ന് മനസ്സിലാക്കണം. പിന്നെ താങ്കൾ വളരെ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കുക. എന്റെ മകനും 5 അവന്റെ കൂട്ടുകാരും കൂടിയിട്ട് കാനഡയ്ക്ക് പോയിട്ട് 3 കൊല്ലമായി. അപ്പൊ അവന് ഇവിടെ ജോലി കിട്ടും. അവന്റെ ഏട്ടൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവന് ജോലിക്ക് അർഹതയുണ്ട്, മെറിറ്റ് ഉണ്ട്. പക്ഷെ അവൻ പറഞ്ഞു, അച്ഛാ ഞാൻ ജമ്മണ്ടെങ്കിൽ വരില്ല നാട്ടിലേക്ക്, ഞാൻ ഇവിടെ കൂടുകയാണ്, എനിക്കിവിടെ പഠനം കഴിഞ്ഞ് ഇവിടെ ജോലി കിട്ടി, ഞാനിവിടെ സുഖമായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പൊ എന്റെ വീട്ടിലെ എന്റെ മരുമക്കളുടെ 2 കുട്ടികളടക്കം 6 പേര് എന്റെ നാട്ടിൽ നിന്നും ഈ വരുന്ന മെയ് മാസം 12-ാം തീയതി ഈ കാനഡയ്ക്ക് പോവുകയാണ്. ഇത് ക്യാൻസർ ആണ് ശ്രീ ബലദേവ്. കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരത്തിന് അനിൽ നമ്പ്യാർ, ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. എന്റെ വീട് ഗുരുവായൂർ ദേവസ്വത്തിന് ഒരു 10-70 ആനകൾ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ 2015 ഈ ആനക്കോട്ട ഗുരുവായൂരിൽ നിന്നും എന്റെ നാടായ കോട്ടപ്പുഴയിലേക്ക് വരുന്നത്. ഈ ആനക്കോട്ടയുടെ തൊട്ട വീടാണ്. എന്റെ വീട്ടിൽ നിന്ന് ഈ ആനകളെ മുഴുവൻ കാണാം. അപ്പൊ ഈ ആനക്കോട്ട വന്ന സമയത്ത് ഏകദേശം ഒരു കൊല്ലം എന്റെ SSLC പഠനം കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു ആനക്കാരുടെ ചെയ്തികളും ആനയെ കുറിച്ചിട്ടും. അപ്പൊ അന്ന് ഈ ആനക്കാരൊക്കെ എങ്ങനെയാറിയോ നടക്കുക? ഈ ആനയ്ക്ക് തിന്നണ പനമ്പട്ട കോലും കൊണ്ടിട്ടാണ് നടക്കുക. അതേ കോലും കൊണ്ട് നടന്നിട്ട് അവർ ആനയെ എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകുന്നു, ആനയെ ഇതാക്കുന്നു. കാരണം പരിചയസമ്പന്നരായ ആനച്ചട്ടം അറിയാവുന്നവരായിരുന്നു അന്ന് ആനകളെ നോക്കിയിരുന്നത്. ഇന്നിപ്പോ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിട്ടുള്ള വാർത്തകളും ഹൈക്കോടതി കേസെടുത്തതൊക്കെ അറിഞ്ഞില്ലേ? കാരണം ഇന്ന് അവിടെ നിയമനം നടക്കുന്നത് മുഴുവൻ ആനക്കാരായിട്ട് രാഷ്ട്രീയ നിയമനങ്ങളാണ് നടത്തുന്നത്. ആരാണോ ദേവസ്വം ഭരിക്കുന്നത് അവർക്ക് താല്പര്യമുള്ളവരെ അവിടെ ആനക്കാരായിട്ട് നിയമിക്കുന്നത്. ചായക്കടയിൽ പൊറാട്ട അടിക്കുന്നവനായിരിക്കാം, അല്ലെങ്കിൽ തെങ്ങ് കയറുന്നവനായിരിക്കാം. തെങ്ങ് കയറ്റ നിസ്സാര ജോലിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് പറയും, മുനിസിപ്പാലിറ്റിയിലെ ടെമ്പററി സ്വീപ്പർ ആയിരിക്കാം. ഇവർ വന്നിട്ടാണ് ഈ ആനയെ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരത്തിന് പ്രശ്നം ശ്രീ ബലദേവ് ഇത് തന്നെയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ, ഞാനിത് പറയുമ്പോൾ കേരളത്തിൽ ഈ ചർച്ച കേൾക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് രോഷം കൊള്ളും. ഒരു കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൾ ആയിരുന്ന, ഇംഗ്ലീഷ് വിഷയം പഠിപ്പിക്കുന്ന വൈസ് പ്രിൻസിപ്പൾ ആയിരുന്ന ഒരു കോളേജ് അധ്യാപിക ഒരു പൊതു സദസ്സിൽ വെച്ചിട്ടുള്ള ഇംഗ്ലീഷിന്റെ പറച്ചിലിന്റെ ക്വാളിറ്റി താങ്കൾ ശ്രദ്ധിച്ചു? ഞാൻ ഈ ആനക്കാരുടെ കാര്യം പറഞ്ഞത് തന്നെയാണ്. ആദ്യം വേണ്ടത് വിദ്യാഭ്യാസ മേഖലയെ ഭരിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസത്തെ കുറിച്ച് നല്ലൊരു ബോധം വേണം. അത് ഇപ്പോഴത്തെ ഈ അമ്മയ്ക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അതില്ല, ദീർഘവീക്ഷണമില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ടെന്ന് അറിയാത്തൊരു ഗതികേടിനെ കുറിച്ചിട്ടും താങ്കൾ മനസ്സിലാക്കിയില്ലേ? അപ്പൊ നമ്മൾ കണ്ണാടി നന്നല്ലാഞ്ഞിട്ട് നമ്മുടെ മുഖം നന്നല്ലാഞ്ഞിട്ട് കണ്ണാടി തച്ചടച്ചിട്ട് കാര്യമില്ല. ടൂൾസ് പണി അറിയാത്തതിന് ടൂൾസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വിദ്യാഭ്യാസ മേഖല അങ്ങേയറ്റം തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം തകർന്നിരിക്കുന്നു. അതിന് TP ശ്രീനിവാസനെ പോലെ ലോകം ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ചികിടത്തടിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണാമെന്ന് വിചാരിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന പോയിട്ട് ഗവർണറെ തടഞ്ഞ കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയൊക്കെ നിങ്ങൾ തമ്മിൽ അനിൽ നമ്പ്യാരും ശ്രീ ബലദേവും കൂടി നടത്തുമ്പോൾ എനിക്കൊക്കെ അതിൽ അവജ്ഞ തോന്നുകയാണ്. കാരണം ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. അടിസ്ഥാനപരമായിട്ട് ജീവജലം കിട്ടാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു, റോഡ് പണി നടത്താൻ വേണ്ടി കോൺട്രാക്ടർമാർക്ക് പൈസ കിട്ടാതെ ബുദ്ധിമുട്ടുന്നു, ലൈഫ് പദ്ധതി പ്രകാരം വീട് കാൽഭാഗവും അരഭാഗവുമായിട്ട് അത്തരം വീടുകളുടെ ഷെഡ് പൊളിച്ചു കളഞ്ഞോടത്ത് വീണ്ടും അതേ നീല ടാർപ്പാളം കൊണ്ട് ഷെഡ് കെട്ടിയിട്ട് ആൾക്കാർ താമസിക്കുന്നു. ഇനി ശ്രീ ബലദേവ്, താങ്കൾ കുറച്ച് കാര്യങ്ങൾ കേട്ടോളൂ. ഞാനൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. ആ സ്ഥാപനത്തിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നത്. അപ്പോൾ ആ സ്ഥാപനത്തിന് ഗുജറാത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും ചെന്നൈയിൽ നിന്നൊക്കെ കുറച്ച് സാധനങ്ങൾ വരാണ്ട്. ഇത് ഈ 3 സംസ്ഥാനത്ത് ഇത് നടത്തുന്നത് ആരാന്നറിയോ താങ്കൾക്ക്? മലയാളികളാണ്. മലയാളികൾ നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നാണ് എനിക്ക് ഈ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ചെറിയ ഓരോ യൂണിറ്റുകൾ ഈ കേരളത്തിൽ തുടങ്ങിക്കൂടെ നിങ്ങൾക്ക്? അവർ ചോദിച്ച മറുപടി എന്താണെന്നറിയോ താങ്കൾക്ക്? മനസമാധാനത്തോടു കൂടി ഞങ്ങൾ ജീവിക്കുന്നതിൽ ഹരിദാസ് സാറിന് വലിയ ബുദ്ധിമുട്ടുണ്ടല്ലേ എന്ന്. വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ അവരിപ്പോ അവിടെ ബിസിനസ് ചെയ്യുന്നത് മനസമാധാനത്തോട് കൂട്ടാണ്. കേരളത്തിൽ വന്നാൽ ആ മനസമാധാനം നമുക്ക് കിട്ടില്ല എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? വൈക്കത്തിനടുത്തൊരു വ്യവസായി തന്റെ 25 കോടി രൂപ മുടക്കിയ ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ ലൈസൻസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏകജാലക സംവിധാനം കൊണ്ടുവന്നിട്ടുള്ള ഒരു സംസ്ഥാനത്ത് അദ്ദേഹത്തിന് റോട്ടിൽ കിടന്ന് ഉരുളേണ്ട ഗതികേടും
വന്നു. പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യപ്പെട്ടു. ഇവിടെ നിന്ന് കിറ്റക്സ് എന്ന് പറയുന്ന, എനിക്ക് ആ മുതലാളിയോട് ഒരു യോജിപ്പില്ല, ഡ്യുവൽ പേഴ്സണാലിറ്റിയുടെ ഉസ്താദാണ് അദ്ദേഹം, എങ്കിൽ പോലും അദ്ദേഹം ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഫാക്ടറി ആന്ധ്രാപ്രദേശിൽ പോയി തുടങ്ങുന്നു. ആന്തൂരിൽ ഒരു വ്യവസായിയായ സാജൻ ആത്മഹത്യ ചെയ്യുന്നു. കൊല്ലത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉടമയെ CITക്കാരെ ചവിട്ടി അവിൽ മെതിക്കുന്നതുമായി ചവിട്ടി മെതിക്കുന്നു. ഇവിടെ എടവനക്കാട് ഒരു ഗ്യാസ് ഏജൻസി നടത്താൻ കഴിയാത്ത ഒരു ദളിത് യുവതി വിലപിക്കുന്നത് നിത്യേന TV-ക്കാർ കാണിക്കുന്നു. ഏലൂരിൽ ഒരു മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മുൻ ഇടതുപക്ഷ അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനാണെന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ച് സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹത്തിന് മെറ്റീരിയൽ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ കാലത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ വ്യക്തി ഇപ്പൊ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി നടക്കേണ്ട ഗതികേട് വരുന്നു. ഏലൂരിൽ ഒരു VRL ലോജിസ്റ്റിക് എന്ന് പറയുന്ന സ്ഥാപനം ഇവിടെ പൂട്ടിയിട്ട് അവർ ഇവിടുന്ന് പോകുന്നു. ഞങ്ങൾ ഇനി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളത്തിനെ മാറ്റുമ്പോൾ ഇവിടുത്തെ വ്യവസായ വകുപ്പിനെയും അതിന്റെ മന്ത്രിയെയും അഭിനന്ദിക്കാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ മുഖ്യമന്ത്രി ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുത്താലും, ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുത്താലും അതിൽ മുഖ്യമന്ത്രി ഒപ്പിടുമെന്ന് വീരവാദം പറഞ്ഞ ശിവശങ്കരൻ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ എന്താണ് പറയുന്നത്? അതായത് ഇവിടുത്തെ ചികിത്സയിൽ എനിക്ക് വിശ്വാസമില്ല. എന്നിട്ട് അദ്ദേഹം പോയിരിക്കുന്നത് എവിടേക്ക്? ജിപ്മറിൽ കിട്ടുന്ന എല്ലാ ചികിത്സയും ഇവിടെ കിട്ടും സാർ. കേരളത്തിൽ ജിപ്മറിൽ കിട്ടുന്ന എല്ലാ ചികിത്സയും കിട്ടും. പക്ഷെ ജിപ്മറിൽ കൊടുക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി പൈസ കേരളത്തിൽ കൊടുക്കണം. പൈസ ആയിരിക്കില്ല ശിവശങ്കരന്റെ പ്രശ്നം, പക്ഷെ അദ്ദേഹം പോയിരിക്കുന്ന ഇവിടെ വിശ്വാസമില്ല. അതുകൊണ്ടാണ് 6 ആസ്പത്രിയിലെ മൂക്കിൽ നിന്നും ചോര വന്ന ഒരു പെൺകുട്ടിയെയും കൊണ്ട് ഒരു അമ്മയ്ക്ക് മിനിഞ്ഞാന്ന് തിരുവനന്തപുരം സിറ്റിയിൽ കറങ്ങേണ്ടി വന്നത്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ അടക്കം പോയിട്ട് അവർക്ക് ട്രീറ്റ്മെന്റിന് പോകേണ്ടി വന്നത് എവിടേക്കാണ്? സ്വകാര്യ ആശുപത്രിയിലേക്ക്. അപ്പൊ ഇവിടുത്തെ ആരോഗ്യരംഗം എത്രത്തോളം നമ്പർ 1 ആണ് സാർ. നമ്മുടെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ KPCC പ്രസിഡന്റും പെട്ടിയും തൂക്കിയിട്ട് അവരുടെ പ്രശ്നം എന്തായാലും അവരും പോകുന്നത് എവിടേക്കാണ് സാർ? അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക്. ഇവിടെ സാധാരണക്കാരന് ഇവിടെ സർക്കാർ ആശുപത്രിയിൽ മെഡിസിൻ ഇല്ല, പഞ്ഞിയില്ല. ഈ സാഹചര്യത്തിൽ അമേരിക്കയെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഞാൻ കുറെ വിളിച്ചിട്ടുള്ളതാണ്. മുതലാളിത്തം തൊളയട്ടെ, അമേരിക്കൻ സാമ്രാജ്യത്വം. ശ്രീനിവാസൻ പറഞ്ഞതുപോലെ വിവരം വെച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിലൊന്നും യാതൊരുവിധ അർത്ഥവുമില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. ഈ നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കഴിഞ്ഞ മാസം അനിൽ നമ്പ്യാർ ഒരു മുഖാമുഖവും നടത്തിയിട്ടല്ല, ഒരു നവകേരള യാത്രയും നടത്തിയിട്ടല്ല, ഒരു അമേരിക്കയിലെ ടൈം സ്ക്വയറിൽ പോയിട്ട് ഇരുമ്പ് കസാരയിട്ട് ജനങ്ങളെ ആകർഷിച്ചിട്ടല്ല. 22,178 കോടി രൂപയുടെ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെയും വിദേശ കമ്പനികളുടെയും വിവിധ ഇനത്തിലുള്ള വിദേശ നിക്ഷേപങ്ങൾക്കും സ്വരാജ്യത്തിലുള്ള നിക്ഷേപങ്ങൾക്കും കരാർ ഒപ്പിട്ടിരിക്കുന്നത് 21,728 കോടി രൂപയുടെയാണ്. അതേ ആഴ്ചയിൽ കർണാടകത്തിൽ 23,600 കോടി രൂപയുടെ ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾക്ക് നിക്ഷേപ സൗഹൃദമായിട്ടുള്ള കരാറുകൾ ഒപ്പിട്ടിരിക്കുന്നു. എന്താണ് സാർ നമ്മുടെ രാജ്യം, ഈ പാവയ്ക്കമാതിരിയുള്ള ഒരു രാജ്യത്തിനെ നമ്മളെ ഇങ്ങനെ ഒരു സംസ്ഥാനത്തിനെ എല്ലാവരും ഇങ്ങനെ മാറ്റി നിർത്തുന്നത്? അപ്പോൾ ഇവിടുത്തെ നമ്മുടെ വ്യാവസായിക നയവും ശരിയല്ല എന്ന് പറയുമ്പോ വിദ്യാഭ്യാസ നയത്തിന് വേണ്ടിയിട്ട് കോഴിക്കോട് പോയിട്ട് വിദ്യാർത്ഥികളുമായി സംവേദിക്കാൻ വേണ്ടിയിട്ട് 18 ലക്ഷത്തിന്റെ കണക്കേ പുറത്തു വന്നിട്ടുള്ളൂ. ഇനിയും വരാനിരിക്കുന്ന കണക്കുകൾ നോക്കുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല സാർ. ഈ വിദ്യാർത്ഥികളെ നയിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ദിശാബോധമുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിയും ഇവിടെ നിന്ന് അമേരിക്കയ്ക്കും കാനഡയ്ക്കും ഓസ്ട്രേലിയയിലേക്കും തായ്ലൻഡിലേക്കും പഠിക്കാൻ പോകില്ല സാർ. എനിക്ക് ഇനി പറയാനുണ്ട്, പക്ഷെ അനിൽ നമ്പ്യാർ അടുത്ത അതിഥിയിലേക്ക് പോകണം. അത് കാരണം കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓക്കെ, നമ്മുടെ നാട് ഇങ്ങനെ പോയാൽ പോരാ എന്നാണ് ശ്രീ MK ഹരിദാസ് പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം.